Good morning. Good morning, ma'am. Good morning. Good morning, miss. Good morning. Hi, good morning. Morning. Good morning. ആരുമില്ലേ ക്ലാസ്സില്? ഉണ്ടാവും. എനിക്കുണ്ട്, സുഖാണോ എല്ലാവർക്കും? സുഖം. 2 ആഴ്ചയും കൂടെ ഉണ്ടാവുള്ളല്ലേ ക്ലാസ് നമുക്ക്? അതെ. ഭക്ഷണം കഴിച്ചോ രാവിലെ? സ്പെഷ്യൽ കഴിച്ചു. പുട്ട്, ദോശ, ചപ്പാത്തി. വെറൈറ്റി ആണ്. ദോശ ചപ്പാത്തി. കഴിച്ചു. പുട്ട് കഴിച്ചു. എടമ്പരായി പഠനമൊക്കെ തുടങ്ങിയോ? പരീക്ഷയ്ക്കായിട്ട് തുടങ്ങി. നമ്മള് ഷെഡ്യൂൾഡ് ഡ്രഗ്സ് പഠിച്ച് ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഷെഡ്യൂൾഡ് ഡ്രഗ്സുകള് യൂണിറ്റ് 7 അതൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ. ഡ്രഗ്സിന്റെ പേരുകളും ഓരോ ഷെഡ്യൂൾസില് ഓരോ ലെറ്റേഴ്സ് എന്തിനാണ് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് നേരത്തെ പഠിച്ചു ക്ലാസ്സിലേക്ക് വെക്കട്ടോ. അതല്ലെങ്കിൽ ഓരോ എക്സ് എ ബി സി ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. റിവൈസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, കുറച്ച് കുട്ടികളും കൂടി കയറിയിട്ട് ചർച്ച ചെയ്യും കേട്ടോ. 1 തീയതിയാണല്ലേ? ചിങ്ങം 1. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഐശ്വര്യം, സന്തോഷം, സമ്പൽ സമൃദ്ധിയൊക്കെ നിറഞ്ഞൊരു ന്യൂ ഇയർ ആവട്ടെ. കളർ കിട്ടോ നിങ്ങള്? കളർ കിട്ടോ? പൂക്കളം. യെസ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? കുറഞ്ഞു തുടങ്ങി മഴ? കുറഞ്ഞിട്ടോ? ഗുഡ് മോർണിംഗ് ആൻമരിയ. നിങ്ങള് PG 6 ബാച്ചിൽ എല്ലാവരും മാക്സിമം കോൺവെക്കേഷൻ വരാൻ നോക്കണം കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യാം വരാൻ പറ്റുള്ളൂ. എന്തായാലും നല്ലായിരിക്കും.
കാണാപ്പോണായിട്ട്. ഗുഡ് മോർണിംഗ് ഷെഡു. എന്താണ് വൈകിയത്? കളവിട്ടോ? കളവിട്ടോളൂ. ഇത്ര പെട്ടെന്ന് ഓണമായല്ലേ? ഈ ന്യൂ ഇയർ പെട്ടെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തുള്ളായിരുന്നു. ഓണമായി, ക്രിസ്മസോ? യെസ്, ഗുഡ് മോർണിംഗ് ജോൾ. ചാപ്റ്റർ 8 ആണ്, ജനറൽ ടേംസ്, മൊഡ്യൂൾ 7 ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ബാക്കി എല്ലാ ടീച്ചേഴ്സിന്റെ പോർഷൻസ് കംപ്ലീറ്റഡ് അല്ലേ? സോളി മിസ്സിന്റെ തീർന്നായിരുന്നോ? സോളി മിസ്സിന്റെ കംപ്ലീറ്റഡ് ആണോ? ശരി. ശരി, ജനറൽ ടോപ്സ് നോക്കാം. It is also termed as medical terminologies. Medical terminology refers to the vocabulary that medical professionals use to describe the body, what it does, diseases that impact it, and procedure to correct it, enabling precise communication among practitioners. Medical terms helps describe the medical history of a patient through medical records, and should the patient require additional care, these records provide healthcare professionals with important information that aid in more accurate diagnosis and delivery of appropriate treatments. Okay, എന്താണ് ജനറൽ ടേംസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മെഡിക്കൽ ടെർമിനോളജിയിലെ ചില ടേംസ്, മെഡിക്കൽ ടേംസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ജനറൽ ടേമുകൾ എന്ന് പറയുന്നത്? എപ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? എപ്പോഴാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് അവരുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആക്കുന്നതിനും മെഡിക്കൽ ഡിസീസസുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ട്സുകൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് സ്പീഡായിട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേംസുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? പ്രത്യേകിച്ച് എന്തിനൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ റെഫർ ചെയ്തിരിക്കുന്നത്? റെഫേഴ്സ് ടു ദ വൊക്കാബുലറി ദാറ്റ് മെഡിക്കൽ പ്രൊഫഷൻ യൂസ് ടു describe the body, what it does, diseases that impact, and procedures to correct. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്നത്? ശരീരത്തിലെ രോഗങ്ങള്, അവസ്ഥകള്, മറ്റു ചികിത്സകള്, എല്ലാ പ്രൊസീജിയേഴ്സുകള് തുടങ്ങിയ നടപടിക്രമങ്ങളെ കുറിച്ച് വിവരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസുകൾ ഉപയോഗിക്കുന്ന ടേംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കൽ ടെർമിനോളജി അല്ലെങ്കിൽ ജനറൽ ടേംസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റത്തെ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ഇനി ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ മെഡിക്കൽ ടേംസ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ മെഡിക്കൽ ടേംസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഒരു ടേം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ടേമിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ രോഗിയുടെ പ്രധാനപ്പെട്ട അവസ്ഥ എന്താണെന്ന് ജസ്റ്റ് ഒരു ടേം മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൃത്യമായിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ് മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും മെഡിക്കൽ പ്രൊഫഷണൽസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുന്നതിന് എന്താണ് ഈ മെഡിക്കൽ ടേംസുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനോളജീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ എന്താണ്? These records provide healthcare professionals with important information that aids in more accurate diagnosis and delivery of appropriate treatments. ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? രോഗിയുടെ മെഡിക്കൽ ചാർട്ട്സിൽ, മെഡിക്കൽ റെക്കോർഡ്സിൽ നമ്മൾ ആ പദങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിനും ശരിയായ ചികിത്സ കൊടുക്കാനായിട്ടും മെഡിക്കൽ ടേംസുകൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് കറക്റ്റ് ടേംസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള രോഗനിർണയത്തിനും ശരിയായ ചികിത്സയ്ക്കും ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? എന്താണ് മെഡിക്കൽ ടേംസ് എന്നുള്ളത്? ആദ്യത്തെ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. Refers to the vocabulary the medical professional used to describe the body, what it does, diseases that impact it, and procedures to correct. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. ഓൾറെഡി അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, അത് ഓൾറെഡി ഡാർക്ക് ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഡാർക്ക് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ,
നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി ഇൻ ഹെൽത്ത് കെയർ ഫീൽഡ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി ഇൻ ഹെൽത്ത് കെയർ ഫീൽഡ്. നമ്മൾ ഈ മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രാധാന്യങ്ങളാണ്, എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. ഇംപ്രൂവ് ദ പേഷ്യന്റ് കെയർ. ഓഫൻ പേഷ്യൻസ് do not understand the terminology that doctors use when discussing their condition or their treatment. Makes for standardized care, improved patient safety, more efficiency in health care. First important എന്താ പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരു രോഗി പരിചരണം ഏറ്റവും മികച്ച രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു അല്ലെ. മെഡിക്കൽ ടെർമിനോളജി, മെഡിക്കൽ ടേംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള പദങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എന്താണ് രോഗി പരിചരണം, രോഗിക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ് രോഗിയുടെ അവസ്ഥയും ചികിത്സയും ഡോക്ടർമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ ടേംസുകൾ സഹായിക്കുന്നുണ്ട് അല്ലെ. രോഗിയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥയും ചികിത്സയും എത്രത്തോളം ആണെന്ന് ജസ്റ്റ് ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ മെഡിക്കൽ ടെർമിനോളജി ഹെൽത്ത് കെയർ ഫീൽഡിലെ പ്രൊഫഷണൽസിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, മേക്ക് ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് കെയർ അല്ലെ. സ്റ്റാൻഡർഡൈസ്ഡ് കെയർ കൊടുക്കാനായിട്ട് നിർബന്ധമായിട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി എന്താണ്? ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി രോഗിയുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. കറക്റ്റ് ടേംസുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ല തെറ്റുകുറ്റങ്ങളോ മിസ്റ്റേക്സിലോ എററോ ഒന്നും തന്നെ വരുന്നില്ല. കറക്റ്റ് ടേംസ് മാത്രം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ രോഗിയുടെ രോഗാവസ്ഥ തിരിച്ചറിയുന്നത്. അതിനാൽ തന്നെ എന്താണ് രോഗിയുടെ സുരക്ഷിതത്വം കൂടി നമ്മൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് കേട്ടോ. ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി. Then more efficiency in health care. More efficiency in health care. ഹെൽത്ത് കെയർ മേഖലയുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും എന്താണ് മെഡിക്കൽ ടെർമിനോളജി ഹെൽപ്പ് ചെയ്യുന്നത്. ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളുടെ എല്ലാ തരത്തിലുള്ള കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനും ഈ മെഡിക്കൽ ടെർമിനോളജി ഹെൽത്ത് കെയർ ഫീൽഡില് ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി നോക്കാം എന്തെല്ലാം തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ ഈ ഒരു ടെർമിനോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നത്. പേഷ്യൻസിന് മികച്ച രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിന്റെ രോഗാവസ്ഥകളും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസ്ഡ് കെയർ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. പേഷ്യൻസിന്റെ സുരക്ഷിതത്വം നിലനിർത്താനും അതോടൊപ്പം തന്നെ എന്താണ് ഹെൽത്ത് കെയർ മേഖലയിലെ എഫിഷ്യൻസി നിലനിർത്താനും മെഡിക്കൽ ടെർമിനോളജി ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? Clear. Then ഇനി നമ്മൾ ഒരു ടേംസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു ടേംസ് പഠിക്കാൻ പോവാണ്. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് മെഡിക്കൽ ടേംസ് ഓഫ് പേഷ്യന്റ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട്. പേഷ്യന്റ് സ്റ്റാറ്റസ് എന്ന് ഉദ്ദേശിച്ച കണ്ടീഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് ടൈപ്പ് പല കണ്ടീഷൻസിലുള്ള പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം പദങ്ങളാണ് ഇതൊക്കെ ടേംസ് ആണ് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. മെഡിക്കൽ ടേംസ് ഫോർ പേഷ്യന്റ് സ്റ്റാറ്റസ്, പേഷ്യൻസിന്റെ നിലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മെഡിക്കൽ ടേംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പഠിക്കുന്നത് അല്ലെ. നമ്മൾ നോർമലി കേട്ടിട്ടുള്ള കുറച്ച് വാക്കുകൾ അവിടെ അറിയാം അല്ലെ. ഒരു പേഷ്യന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്? അക്യൂട്ട് പറയാറുണ്ട് നമ്മൾ അല്ലെ. ക്രിട്ടിക്കൽ, ഇൻപേഷ്യന്റ്, ഒബ്സർവേഷൻ, ഔട്ട് പേഷ്യന്റ് പറഞ്ഞു കേട്ടിട്ടില്ല ഇതെല്ലാം. ആളുടെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഒരു ടേം നമ്മൾ കൊടുക്കുന്നത്. പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്ന ഏതാണ്? അക്യൂട്ട് ആണ് അല്ലെ. അക്യൂട്ട് എന്താണ്? എ പേഷ്യന്റ് എക്സ്പീരിയൻസിങ് സഡൻ ഫ്ലെയർ അപ്പ് ഓഫ് about potentially serious condition requiring immediate care. അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, തുടക്കം മുതൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാ. എന്താണ് അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്? പെട്ടെന്നുണ്ടാകുന്ന അല്ലെ, പെട്ടെന്നുണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ്. അല്ലെങ്കിൽ എന്താണ് പെട്ടെന്നുണ്ടായി ഗുരുതരമാകുന്ന പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന കണ്ടീഷൻസ് ആണിത് അക്യൂട്ട് എന്ന രീതിയിലെ ടേംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ ചികിത്സ കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഗുരുതരമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ പറയുന്നതാണ് നമ്മൾ എന്ത് അക്യൂട്ട് എന്ന ടേംസ് ഉപയോഗിക്കുന്നത്. ഓക്കെ,
ക്ലിയർ ആണോ? മനസ്സിലായോ? പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഗുരുതരമാകുന്ന അവസ്ഥ, ഉടനടി നമ്മൾ എന്താണ് ചികിത്സ ആവശ്യമായേക്കുന്ന അവസ്ഥേനെയാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഒരു കണ്ടീഷൻ ഏതാണ്? ക്രിട്ടിക്കൽ അല്ലെ? Patient's vital signs are abnormal and they may be unconscious. In patient's vital signs are abnormal and they may be unconscious. നമ്മൾ ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ ആണെന്ന് പറയാനായിട്ട് എന്തായിരിക്കും ആളുടെ അവസ്ഥ? എങ്ങനെയായിരിക്കും? എന്തുകൊണ്ടാണ് ആളുടെ അവസ്ഥ ക്രിട്ടിക്കൽ ആണെന്ന് നമ്മൾ പറയുന്നത്? എന്ത് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്? എല്ലാ വൈറ്റൽ സയൻസിൽ എന്തുണ്ടായിരിക്കും? വേരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ? സീരിയസ് സിറ്റുവേഷൻ ആണ്. വൈറ്റൽ സയൻസിൽ എന്താണ്? നോർമൽ ആയിരിക്കും. നോർമൽ ആയിരിക്കില്ല. നമ്മുടെ ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ബിപി, ഇതൊക്കെ എന്താണ്? ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ? അതായത് കണ്ടീഷൻ മോശമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ? അതായത് എന്താണ്? ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അൺകോൺഷ്യസ് ആയേക്കാം. ഈ വൈറ്റൽ സയൻസിൽ വേരിയേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്താണ്? പേഷ്യൻസ് അൺകോൺഷ്യസ് ആകുന്ന സിറ്റുവേഷൻ, അതാണ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, യെസ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണെന്ത്? ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന എല്ലാ പ്രധാന വൈറ്റൽ സയൻസിലും വേരിയേഷൻസ് അതൊക്കെ അബ്നോർമൽ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ടേം ആണെന്ത്? ക്രിട്ടിക്കൽ എന്ന ടേം. Clear? Next, inpatient. Next term ആണ് inpatient. Status of a patient who requires hospital admission. Status of a patient who requires hospital admission. എന്താണ് inpatient എന്ന് പറയുന്നത്? നമ്മൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് ചികിത്സ നൽകുന്ന രോഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ? ചികിത്സിക്കുന്ന, ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്ന പേഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആളുടെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ പറയുന്ന കണ്ടീഷന്റെ ടേം ആണെന്ത്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒബ്സർവേഷൻ. Observation. A temporary status allows the patients to continue receiving care for a set of amount of the time in the hospital while the physician determines whether admissions or discharge is best. Observation എന്ന് പറയുന്നത് എന്തായിരിക്കും? Observation എന്ന ടേം നമ്മൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണോ ഡിസ്ചാർജ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെ? ആണോ? രോഗിയുടെ അവസ്ഥ നിരീക്ഷിക്കുന്ന ഒരു പ്രോസസ് ആണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രോഗിയുടെ അവസ്ഥ നിരീക്ഷിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡോക്ടർ തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ്? രോഗിയെ വ്യക്തമായ രീതിയിൽ ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഡോക്ടർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡ്മിറ്റ് ചെയ്യണോ ഡിസ്ചാർജ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റും. അവിടെ എല്ലാം ആളുടെ കണ്ടീഷനാണ് നോക്കുന്നത്. അപ്പൊ കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേം ആണെന്ത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതായത് ഒബ്സർവേഷന് ശേഷമാണ് തുടർന്ന് ആൾക്ക് അഡ്മിഷൻ വേണോ ഡിസ്ചാർജ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ്. ആരാണ് ഔട്ട് പേഷ്യന്റ്? Status of a patient who is not admitted to a hospital for overnight care. This can include clinic visits, same-day surgeries, and one-day emergencies room visits. Outpatient പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ഔട്ട്പേഷ്യൻസ് എന്ത് തരം അവസ്ഥയാണ് അത്? ഔട്ട്പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നവരാണോ? കിടത്തി ചികിത്സിക്കുന്നവരാണോ? യെസ്, വെരി ഗുഡ്. വൺ ടൈം വിസിറ്റ് ആണ് അല്ലെ? വൺ ടൈം വിസിറ്റ്, അതായത് എന്തെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി മാത്രം ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് പോകുന്നവരാണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ? അതായത് സാധാരണയായിട്ട് ഹോസ്പിറ്റൽ രാത്രി കാര്യങ്ങൾ നൈറ്റ് കെയർ ഒന്നും നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ല, അല്ലെങ്കിൽ അഡ്മിറ്റ് ആവാത്ത പേഷ്യൻസ് ആണ്. ജസ്റ്റ് ഒരു വിസിറ്റ് പർപ്പസിന് വേണ്ടി മാത്രം വരുന്ന രോഗികളാണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഔട്ട് പേഷ്യന്റ് എക്സാമ്പിൾ ആണ് ക്ലിനിക്കൽ വിസിറ്റ്, സെയിം ഡേ സർജറീസിന് വരുന്നവർ, അതേപോലെ തന്നെ വൺ ഡേ എമർജൻസി റൂം വിസിറ്റ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഔട്ട് പേഷ്യൻസിന്റെ എക്സാമ്പിൾസ് ആണ്, ഉദാഹരണങ്ങളാണ്. ഓക്കെ, പിള്ളേരെ നമ്മളിപ്പോ പഠിച്ചത് മെഡിക്കൽ ടൈം ഫോർ പേഷ്യന്റ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 4 ടേംസ് ആണ്, 5 ടേംസ് ആണ് ഇവിടെ പഠിച്ചത്. ഏതൊക്കെയാണ്? അക്യൂട്ട്,
ക്രിട്ടിക്കൽ, ഇൻപേഷ്യന്റ്, ഒബ്സർവേഷൻ ആൻഡ് ഔട്ട് പേഷ്യന്റ്. അക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഗുരുതരമായേക്കാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കേണ്ട കണ്ടീഷൻ, എമർജൻസി കണ്ടീഷൻ ആണ് അല്ലെ. ദെൻ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസിൽ അബ്നോർമാലിറ്റീസ് കാണിക്കുന്ന അല്ലെങ്കിൽ പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുന്ന സിറ്റുവേഷൻ ആണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്, സീരിയസ് കണ്ടീഷൻ അല്ലെ. ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കുന്ന പേഷ്യൻസിനാണ് നമ്മൾ ഇൻപേഷ്യന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ടേംസുകൾ ഉപയോഗിക്കുന്നത്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്? ആളെ മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ആ ഒബ്സർവേഷൻ മുഖാന്തരമാണ് ഫിസിഷ്യൻ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത്, ആളെ അഡ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? വൺ ടൈം വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഹോസ്പിറ്റലിൽ ഒരു വിസിറ്റിംഗ് പർപ്പസസിന് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും സർജറി പർപ്പസസിനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്നവരെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് കണ്ടീഷൻസിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മെഡിക്കൽ ടേംസിന്റെ പേഷ്യന്റ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ഈ 5 ടേംസ് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. അക്യൂട്ട്, ക്രിട്ടിക്കൽ, ഇൻപേഷ്യന്റ്, ഒബ്സർവേഷൻ ആൻഡ് ഔട്ട് പേഷ്യന്റ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഒന്ന് പെട്ടെന്നൊന്നതൊന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് മെഡിക്കൽ ടേംസ് ഫോർ കണ്ടീഷൻസ് ആൻഡ് ഡിസീസസ്. മെഡിക്കൽ ടേംസ് ഫോർ കണ്ടീഷൻസ് ആൻഡ് ഡിസീസസ്, അതായത് രോഗങ്ങളും അവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ടേംസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. മെഡിക്കൽ പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. കണ്ടീഷൻസും ഡിസീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകൾ. ഓക്കെ, ഓൾറെഡി കുറച്ചൊക്കെ നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇതിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? അപ്രാഷൻ. അപ്രാഷൻ കേട്ടിട്ടുണ്ടോ? അപ്രഷൻ, സോറി അപ്രഷൻ ആണ് കേട്ടോ, അപ്രാഷൻ അല്ല, അപ്രഷൻ. A scope that typically only affects the skin and can usually be treated at home. എന്താണ് അപ്രഷൻ എന്ന് പറയുന്നത്? സ്കാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പോറൽ, കീറൽ എന്നൊക്കെ പറയാറില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മുടെ ചർമ്മത്തിന് ഏൽക്കുന്ന, സ്കിന്നിൽ ഏൽക്കുന്ന ചെറിയ തരത്തിൽ ഉരച്ചിൽ അല്ലെങ്കിൽ കേടുപാടുകൾ അല്ലെങ്കിൽ പോറൽ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പോറാന്ന് പറയില്ലേ? അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചെറിയ ഉരച്ചിലോ മുറിവുകൾ പോലെ, മുറിവല്ല ഞാൻ പോറ പോലെയുള്ള പാടുകൾ വരുന്ന സിറ്റുവേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രാച്ച്. വെരി ഗുഡ്, അതന്നെ, സ്ക്രാച്ച് വീഴുന്ന പോലത്തെ സിറ്റുവേഷൻ ആണ് എന്താ അപ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സാധാരണയായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എന്താണ് അതിനിപ്പോ ചികിത്സ കൊടുത്താൽ മതി, എന്തെങ്കിലും തരത്തിൽ ഓയിൽമെന്റ്സ് ഉപയോഗിച്ച് നമുക്ക് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ് എന്താ അപ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. ചർമ്മത്തിനേൽക്കുന്ന ചെറിയ തരത്തിലുള്ള പോറലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, it typically affects the skin and can usually be treated at home. Yes, it's abscess. Abscess, a tender or pus-filled pocket usually due to the infection. Abscess, a tender or pus-filled pocket usually due to the infection. പസ് എന്ന് പറയുന്നത് നമ്മൾ മിട്ടാൻ പസ് എന്നൊക്കെ പറഞ്ഞാൽ പസ് എന്താണ്? നമുക്ക് അണുബാധ മൂലം ഉണ്ടാകുന്ന പഴുപ്പാണ്. ശരീരത്തിൽ അണുബാധ മൂലം ഉണ്ടാകുന്ന പഴുപ്പ്, അതായത് ഈ മഞ്ഞ കളറിൽ നമുക്ക് ചെറിയ കുരു വരാറില്ല, അതായത് ഇങ്ങനെ പിങ്ങി നിൽക്കുന്ന കുരു കണ്ടിട്ടില്ലേ നമ്മള്? ഒരു മഞ്ഞ കളറോ ഒരു ക്രീം കളറോ ഉള്ളിൽ നിൽക്കുന്നത്, പഴുപ്പ് നിൽക്കുന്ന കുരുകള്. ആ ഒരു സിറ്റുവേഷനാണ് അബ്സസ് എന്ന് പറയുന്നത് കേട്ടോ. അബ്സസ്, ടെൻഡർ പസ്-ഫിൽഡ് പോക്കറ്റ് യൂഷ്വലി ഡ്യൂ ടു ഇൻഫെക്ഷൻ. അണുബാധ മൂലമാണ് അത്തരത്തിൽ ഇൻഫെക്ഷൻ കുരുവായിട്ട് ആരെങ്കിലും ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ,
Clear? Next എന്താണ്? Acute. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് അല്ലെ? Acute indicates a condition that starts suddenly, may be severe, but is typically short-lived. Acute condition എന്താണ്? It indicates a condition that starts suddenly, may be severe, but is typically short-lived. Acute എന്താണ്? Acute ഉണ്ടാകുന്ന അവസ്ഥയാണല്ലേ, സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ എമർജൻസി സിറ്റുവേഷൻ ആണ് അക്യൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ സിവിയറിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ലോങ് പീരീഡ് നീണ്ടു നിൽക്കുന്നതാണോ? അല്ല, ഒരു ഷോർട്ട് പീരീഡിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോ പേഷ്യന്റ് അതിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, ചിലപ്പോൾ മരണപ്പെട്ടേക്കാം. എന്ത് വേണമെങ്കിലും ഈ ഒരു സമയത്ത് നടക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ മൂന്ന് നോക്കിയാണല്ലോ, അപ്രഷൻ, അബ്സസ്, അക്യൂട്ട്. Clear? Then aneurysm. A bulge in the wall of the artery that weakens the artery and can lead to rupture. Aneurysm. In the situation ആയിരിക്കും aneurysm എന്ന് പറയുന്നത്. നമ്മുടെ ധമനിയുടെ ആർട്ടറിയുടെ വാള് അല്ലെ, ധമനികളുടെ ഭിത്തിയിലൊക്കെ എന്ത് വരുന്നതാണ്? ധമനികൾ ദുർബലമാകുന്ന, വീക്കായി പോകുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അന്യൂറിസം എന്ന് പറയുന്നത്. മനസ്സിലായത്? നമ്മുടെ ധമനിയിൽ ഇങ്ങനെ പൊട്ടൽ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഭിത്തി, അതിനൊരു വാളില്ല, ധമനികളിൽ വരുന്ന വാളില്ല, വീക്ക്നെസ് വരുന്ന സിറ്റുവേഷൻ ആണത് അനോറിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് പുറത്തേക്ക് ഇങ്ങനെ വീർത്ത് നിൽക്കും, അത് പൊട്ടാൻ പോകുന്ന രീതിയിൽ വീർത്ത് പുറത്തോട്ട് വിങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനോറിസം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ധമനികളിൽ അങ്ങനെ വീക്കം വന്നതിന് ശേഷം അത് പൊട്ടിപ്പോകാനായിട്ടും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണ് അനോറിസം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ആർട്ടറി ശരിക്കും പറഞ്ഞ ഒരു ബലൂണ് പോലെ ആയിരിക്കും വീർക്കുന്നത് കേട്ടോ. ഒരു ബലൂണിന്റെ അത്രത്തോളം വലിപ്പത്തിൽ ബൾജ് ചെയ്ത് അങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ, ചിലപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, അയോർട്ടിക് ഡിസെഷൻ. A tear in the inner layer of the aorta. Aortic dissection, a tear in the inner layer of the aorta. എന്താണ് tear എന്ന് പറയുന്നത്? tear നമ്മുടെ അയോട്ടയുടെ പാളിൽ, അതായത് മഹാധമനി എന്ന് പറയില്ല, അയോട്ട മഹാധമനി, ആ മഹാധമനിലാണ് നമ്മുടെ ശുദ്ധരക്തങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് തന്നെയാണ് അല്ലെ. അവിടെ എന്ത് സംഭവിക്കുന്നതാണ്? അതിനകത്തൊരു പാളിയുണ്ട്. അതിനകത്തെ പാളിയുടെ ഇന്നർ പാളിയിൽ, അതായത് ഇന്നർ ലെയറിനകത്ത് എന്ത് വരുന്ന സിറ്റുവേഷൻ ആണ്? കീറൽ ഉണ്ടാകുന്നൊരു കീറൽ, അല്ലെങ്കിൽ പോറൽ പോലും പൊട്ടുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അയോർട്ടിക് ഡിസെഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതായത് നമ്മുടെ അയോട്ടയുടെ, അതായത് മഹാധമനിക്കുള്ളിലെ ഇന്നർ ആയിട്ടുള്ള പാളിയിലെ കീറല് സംഭവിക്കുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ അയോർട്ടിക് ഡിസെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then bradycardia. A slowing of the heart rate, typically less than 60 beats per minute for adults. Bradycardia, slowing of the heart rate, typically less than 60 beats per minute for adults. ബ്രാഡികാർഡിയ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണല്ലോ. എന്ത് കുറയുന്ന സിറ്റുവേഷൻ ആണത്? ഹൃദയമിടിപ്പ് നമ്മുടെ സാധാരണയേക്കാൾ കുറയുന്ന ഒരു അവസ്ഥയാണത്. അതായത് മുതിർന്നവരിൽ സാധാരണയായിട്ട് മിനിറ്റിൽ 60 താഴെ ഹൃദയമിടിപ്പ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണെന്ത്? ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. Slowing of the heart rate, typically less than 60 beats per minute for adults is bradycardia. Okay, മനസ്സിലായോ? ഇനി അതിലെ ഫസ്റ്റത്തെ അബ്രഷൻ എന്ന് പറഞ്ഞ ടിക്ക് ചെയ്യാം കേട്ടോ. ടിക്ക് ചെയ്ത് തമ്മിലുള്ള അബ്രഷൻ ടിക്ക് ചെയ്യാം. അക്യൂട്ട് ടിക്ക് ചെയ്യാം. അക്യൂട്ട്. ബ്രാഡികാർഡിയ ടിക്ക് ചെയ്യാം കേട്ടോ. ബ്രാഡികാർഡിയ ടിക്ക് ചെയ്യാം. It's one benign. Usually in reference to tumors or growth, meaning not cancers or malignant.
ബെനൈൻ. ബെനൈൻ എന്താണ്? ബെനൈൻ. ബെനൈൻ അത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ബെനൈൻ എന്നാണ് പറയുന്നത്. എന്ത് സിറ്റുവേഷൻ ആണ് ഇത്? ക്യാൻസർ ആണോ? ക്യാൻസർ ആണോ? ക്യാൻസർ അല്ലാത്ത പോലത്തെ ട്യൂമർ വളർച്ച, ട്യൂമർ വളർന്നു വരുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? ബെനൈൻ എന്ന് പറയുന്നത് കേട്ടോ. ക്യാൻസർ അല്ലാത്ത മുഴയാണ്. ഓക്കെ, ക്യാൻസർ അല്ല, പക്ഷെ അതേപോലെ തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു മുഴയാണ് എന്ത്? ബെനൈൻ എന്ന് പറയുന്നത് കേട്ടോ. Next one, biopsy. Biopsy, a small sample of tissue that is taken for testing to discover the cause or extent of a diseases. What is biopsy? Biopsy പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, അറിയാലോ. ഒരു രോഗത്തിന്റെ കാരണം അല്ലെങ്കിൽ ഇതിന്റെ ഇൻഡെപ്ത്, അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ചെറിയൊരു അളവിൽ ടിഷ്യൂ എടുത്തിട്ട് നടത്തുന്ന ഒരു പരിശോധനയാണ് എന്ത്? ബയോപ്സി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ക്യാൻസർ ഒക്കെ പ്രത്യേകിച്ച് ഡിറ്റക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ബയോപ്സി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻസർ ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് പ്രൊസീജിയർ ആണ്, പരിശോധനയാണ്. ഓക്കെ, ബയോപ്സി, small sample of tissue that is taken for testing to discover the cause or extent of a disease. ക്ലിയർ ആണല്ലോ? അറിയാമല്ലോ. നെക്സ്റ്റ് വൺ എന്താണ്? ക്രോണിക്. ക്രോണിക് ക്രോണിക് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്രോണിക് കണ്ടീഷൻ എന്താണ്? ക്രോണിക് signifies a recurring persistent condition usually more than 3 months. Signifies a recurring persistent condition usually more than 3 months. എന്താണ് ക്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത്? ദീർഘകാലം തുടരുന്ന ആരോഗ്യാവസ്ഥയാണ് എന്ത്? ക്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം എത്ര സമയം നീണ്ടു നിൽക്കും? സാധാരണയായിട്ട് 3 മാസത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷൻ ആണെന്ത്? ക്രോണിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. സിഗ്നിഫൈസ് റിക്കറിംഗ് പെർസിസ്റ്റന്റ് കണ്ടീഷൻ യൂഷ്വലി മോർ ദാൻ 3 months അല്ലെ. സാധാരണ 3 മാസത്തിലേക്കാൾ കൂടുതൽ നിലനിൽക്കുന്നതാണ് എന്ത്? ക്രോണിക് കണ്ടീഷൻ എന്ന രീതിയിൽ നമ്മൾ അറിയുന്നത്. ഓക്കെ, അതൊന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. ടിക്ക് ചെയ്യാം. Then contusion. Contusion, a bruise typically from impact or force. Contusion, a bruise typically from impact or force. കൺഫ്യൂഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അടിയോ ആഘാതമോ ഒക്കെ ഉണ്ടാകുന്നത്, പെട്ടെന്ന് ട്രോമ ഉണ്ടാകുന്ന സമയത്ത്, ആഘാതം ഏൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചതവിനെയാണ്, ഒരു ബൾജിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺഫ്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള ഇതിൽ അടിയോ ശക്തമായ എന്തെങ്കിലും ആഘാതം ഏൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചതവിനെയാണ് എന്ന് പറയുന്നത് ബ്രൂയിസ്. ബ്രൂയിസ് എന്ന് വെച്ചാൽ ചതവാണ് കേട്ടോ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഫോഴ്സിന്റെ ഇമ്പാക്ട് പോലും സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? സൈനോസിസ്. സൈനോസിസ്, കണ്ടീഷൻ റിസൾട്ടിംഗ് ബ്ലൂയിഷ് സ്കിൻ സ്റ്റെംസ് ഫ്രം ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. നമ്മുടെ സ്കിന്നിൽ നമ്മൾ ബ്ലൂയിഷ് കളറിൽ കണ്ടിട്ടില്ലേ? നീല നിറത്തിൽ കാണാറില്ല ചുണ്ട്, കൈയൊക്കെ കണ്ടിട്ടുണ്ടോ? എന്ത് മൂലമാണ് അത് സംഭവിക്കുന്നത്? രക്തത്തിൽ ഓക്സിജൻ കുറയുന്നതിന്റെ ഫലമായിട്ട് ചർമ്മത്തിന് എന്താണ് ഉണ്ടാകുന്ന അവസ്ഥയാണ് നീല നിറത്തിലായിരിക്കും സ്കിന്നിൽ കാണപ്പെടുന്നത് കേട്ടോ. എന്ത് കുറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്? രക്തം കുറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ എന്ത് പറ്റുന്നത്? ഈ നീല നിറത്തിൽ ചർമ്മം കാണപ്പെടുന്നത്. രക്തത്തിനകത്ത് ഓക്സിജൻ കുറയുന്നത്, രക്തത്തിനകത്ത് O2 കുറയുന്നത് കേട്ടോ. രക്തം കുറയുന്നതല്ല, രക്തത്തിനകത്ത് ഓക്സിജന്റെ സാന്നിധ്യം കുറയുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? സ്കിന്ന് ബ്ലൂയിഷ് കളറായിട്ട് കാണപ്പെടുന്നത്, നീല നിറത്തിൽ ചർമ്മം കാണപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? condition resulting in bluish skin stems from lack of oxygen in the blood. Clear? ഇനി നിങ്ങളൊന്ന് പറയാമോ ഡയഗ്നോസിസ് എന്താണ്? ഡയഗ്നോസിസ് എന്താ? ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് എ കണ്ടീഷൻ ഓർ ഡിസീസസ് ഓർ ഡിസോർഡർ ബൈ ഇവാലുവേഷൻ ഓഫ് സിംപ്റ്റംസ്, ടെസ്റ്റസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഡയഗ്നോസിസ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലക്ഷണങ്ങള്, പരിശോധനകള് തുടങ്ങിയവ വിലയിരുത്തി രോഗാവസ്ഥ തിരിച്ചറിയുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, രോഗം കണ്ടെത്തുന്നതിനാണ്, ഈ രോഗം തിരിച്ചറിയുന്നതിനെയാണ് നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ത്രോംബോസിസ്. ത്രോംബോസിസ് ഡയഗ്നോസിസ് ടിക്ക് ചെയ്യാം കേട്ടോ. ടിക്ക് ചെയ്യാം. ത്രോംബോസിസ്
A blood clot within a blood vessel that affects normal blood flow. A blood clot within a blood vessel that affects normal blood flow. എന്താണ് thrombosis എന്ന് പറയുന്നത്? രക്തക്കുഴലിനകത്ത് രക്തം കട്ട പിടിച്ചിട്ട് സാധാരണ രക്തയോട്ടം തടസ്സപ്പെടുന്ന ബ്ലഡ് കോട്ടാവുകയും അവിടെ രക്തനോട്ടം നഷ്ടപ്പെടുന്നത് തടസ്സപ്പെടുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ന് പറയുന്നത് thrombosis എന്ന് പറയുന്നത്. ബ്ലഡ് കോട്ടാവുന്ന സിറ്റുവേഷൻ ആണ് thrombosis. ടിക്ക് ചെയ്യാം കേട്ടോ, ടിക്ക് ചെയ്യാം. Here. Then edema. നമ്മൾ പൾമണറി എഡിമ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താണ് എഡിമ? Swelling caused by fluid accumulation. എന്ത് മൂലമാണ് എഡിമ സംഭവിക്കുന്നത്? എന്ത് മൂലമാണ്? നമ്മുടെ ശരീരത്തിന്റെ ടിഷ്യൂസിൽ അല്ലെ, ബോഡിയിലെ ടിഷ്യൂസിനകത്ത് ദ്രാവകം അടിഞ്ഞിട്ടുണ്ട്, ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുന്ന പോലെ തന്നെ വീക്കം സംഭവിക്കും അല്ലെ, കാരണം ശരീരത്തിന് വീക്കം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണ് എഡിമ എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് അമിതമായിട്ട് അടിഞ്ഞു കൂടുന്ന മൂലം എന്താണ് ശരീരത്തിന് വീക്കം സംഭവിക്കുന്നതാണ് എഡിമ എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഓക്കെ, മനസ്സിലായോ? സംശയമുള്ള ശരീരത്തിനുള്ളിലെ ടിഷ്യൂസിനകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞു കൂടുന്നതിന്റെ ഭാഗമായിട്ട് വീക്കം ഉണ്ടാവുന്ന സിറ്റുവേഷൻ. നെക്സ്റ്റ് വൺ, എംപോളസ്. ബ്ലഡ് ക്ലോട്ട്. Air bubble or other obstruction blocking blood flow in affected blood vessels. എംപോളസ് എന്താണ്? എംപോളസ് എന്ത് സിറ്റുവേഷൻ ആണ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ബ്ലഡ് കോട്ട് പോലത്തെ സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ബ്ലഡ് കോട്ട് ആവുന്നത്? ഇവിടെ എങ്ങനെയാണ്? എയർ ബബിൾ പോലെ അല്ലേ? ബ്ലഡ് ബ്ലോക്ക് ആയി പോകുന്നത് നമ്മൾ കോട്ട് ആവുന്നത് എങ്ങനെയാണ്? ബബിൾസ് പോലെ ആയിരിക്കും എയർ അല്ലെങ്കിൽ ബ്ലഡ് കട്ടയാവുന്നത്. ബബിൾസ് കണ്ടിട്ടില്ലേ നിങ്ങള്? ബബിൾസ് പോലെ ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ ബബിൾ ആയിട്ടായിരിക്കും രക്തം കട്ട പിടിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വായുധമനികളുടെ അകത്തായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് രക്തത്തിന് കൃത്യമായിട്ട് പമ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒരു ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻ ആണെന്ന് എംപോളാസ് എന്ന് പറയുന്നത്. രക്തക്കുഴലിനകത്തുകൂടെ സഞ്ചരിക്കുന്ന രക്തം കുമിളകളായിട്ട് ബബിളായിട്ടായിരിക്കും കിടക്കുന്നത്. അതങ്ങനെ കോട്ട് ചെയ്തായിരിക്കും പോകുന്നത്. അത് വളരെ രീതിയിലുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. അപ്പം നോർമലായിട്ട് എന്താണ് ബ്ലഡ് വെസൽസിൽ നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എംപോളാസ് എന്ന് പറയുന്നത്. രക്തയോട്ടം തടയോട്ടം നോർമൽ രീതിയിലുള്ള ഹാർട്ട് പമ്പിങ് ബ്ലഡ് പമ്പിങ് നടക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് എംപോളാസ്. ടിക്ക് ചെയ്യാം കേട്ടോ, ടിക്ക് ചെയ്യാം. Next one, fracture. Broken bone ranging from the crack to a complete break. Broken bone ranging from a crack to a complete break. Whatever. അല്ലെ, ഫ്രാക്ചർ എന്താണ്? അസ്ഥിക്കുണ്ടാകുന്ന പൊട്ടൽ അല്ലെ, നമ്മുടെ ബോൺസിന് സംഭവിക്കുന്ന പൊട്ടലോ അല്ലെങ്കിൽ എന്താണ് ചെറിയ വിള്ളൽ അല്ലെ, പൂർണ്ണമായിട്ട് അതിന് വിള്ളൽ എന്ന് പറയാൻ പൊട്ടൽ എന്ന് പറയാം. അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ആ പേജിൽ കംപ്ലീറ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാമോ? ഇവിടുത്തെ അത്രയും കംപ്ലീറ്റ് പേജ് കംപ്ലീറ്റ് ഒന്ന് നോക്കി എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
പിള്ളേരെ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടേംസ് നോക്കാം. ആർട്ടീരിയൽ ഫിബ്രിലേഷൻ. ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ ആണ് കേട്ടോ, ഫിബ്രിലല്ല, ഫൈബ്രിലേഷൻ. ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ. An uncoordinated quivering movement of the heart, muscles resulting in an irregular pulse and poor blood flow. എന്താണ് ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്നത്? Uncoordinated or quivering movement of the heart, muscles resulting in an irregular pulse and poor blood flow. എന്ത് സിറ്റുവേഷൻ ആയിരിക്കും ഇത്? നമ്മുടെ ഹൃദയപേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനമാണ് എന്ത്? ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറഗുലർ ആയിട്ടുള്ള പൾസും പുവർ ബ്ലഡ് ഫ്ലോസും നടക്കുന്നത്. നമ്മുടെ ഹൃദയധമനിക്കകത്ത് എന്ത് സംഭവിക്കുന്നു? ഹൃദയപേശികളുടെ ചലനം റെഗുലർ ആയിട്ട്, നോർമൽ ആയിട്ടുള്ള ഇറഗുലർ ആയിട്ട് ചലിക്കുന്നത് പോലെ ഹൃദയമിടിപ്പ് എന്തായിരിക്കും? അവിടെ നോർമൽ ആയിരിക്കും. ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് മൂവ്മെന്റ് ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്താ പറയുന്നത്? ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്ത് സിറ്റുവേഷൻ ആണത്? ഹൃദയപേശികള് ഇറഗുലർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻസിൽ. അപ്പൊ ഇറഗുലർ ആയിട്ട് ഹൃദയപേശികൾ പ്രവർത്തിക്കും. എന്താണ്? നോർമൽ ആയിട്ട് ഹൃദയത്തിന് പ്രവർത്തിക്കാൻ സാധിക്കോ? നോർമൽ ആയിട്ട് പ്രവർത്തിക്കോ? ഇല്ല. ഇറഗുലർ പ്രവർത്തനം മൂലം ചില ഹൃദയമിടിപ്പ് എന്താണ്? ക്രമരഹിതമാവും, കറക്റ്റ് ആവാത്തൊരവസ്ഥ, ഹൃദയമിടിപ്പിന് വേരിയേഷൻസ് സംഭവിക്കുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Yes. Next one, hypertension. നമുക്കറിയാലോ ഹൈപ്പർ ടെൻഷൻ എന്താണ്? അബ്നോർമലി ഹൈ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ? ഹൈപ്പർ ടെൻഷൻ അബ്നോർമലി ഹൈ ബ്ലഡ് പ്രഷർ ആണ്. അസാധാരണമായിട്ട് BP ഉയരുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ BP അല്ലെ? ഇനി ഹൈപ്പർ ടെൻഷൻ എന്തായിരിക്കും? അപ്പോ അബ്നോർമലി ലോ ബ്ലഡ് പ്രഷർ അല്ലെ? ബ്ലഡ് പ്രഷർ ലോ ആവുന്നതാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും മാർക്ക് വരുത്, രണ്ടും ടിക്ക് ചെയ്യണം കേട്ടോ, രണ്ടും ടിക്ക് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വൺ, ischemia. Ischemia, characterized by a lack of blood flow to an organ or part of the body, often refers to the heart. Cardiac ischemia. Ischemia ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണല്ലോ. ഇസ്കീമിയ എന്ന് പറയുന്നത് സ്കീമിയ. ഓക്കെ, ഐ സൈലന്റ് ആണ്. സ്കീമിയ എന്ത് സിറ്റുവേഷൻ ആണത്? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഭാഗത്തേക്ക് എന്ത് ലോസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ആണ്? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം, ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ അവയവത്തിലേക്ക് മാത്രമായിട്ട് രക്തയോട്ടം ലഭിക്കാത്തൊരു അവസ്ഥയാണ് നമ്മൾ സ്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഹൃദയത്തിനകത്തേക്ക് എന്ത് സംഭവിക്കുന്നില്ല, രക്തയോട്ടം സംഭവിക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് പറയും? ഹാർട്ട് കാർഡിയാക് സ്കീമിയ എന്ന് പറയും അല്ലെ? കാർഡിയാക് സ്കീമിയ എന്ന പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. രക്തത്തിന് ആവശ്യമായിട്ടുള്ള, ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? രക്തയോട്ടം ലഭിക്കാത്ത, ബ്ലഡ് ഫ്ലോ സംഭവിക്കാത്ത സിറ്റുവേഷൻ ആണ് നമ്മളെ സ്കീമിയ എന്ന് പറയുന്നത്. നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ പറയുന്നത്? എഴുതിയെടുക്കണ്ടോ? ഓക്കെ, വ്യക്തമായിട്ട് എഴുതിക്കോ. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കോ രക്തയോട്ടം നിലയ്ക്കുന്ന ഒരു അവസ്ഥയാണ് സ്കീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഹൃദയത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? കാർഡിയാക് സ്കീമിയ എന്ന് പറയാം. ഹൃദയത്തിലേക്ക് സംഭവിക്കുന്നത് കാർഡിയാക് സ്കീമിയ എന്ന് പറയും. നെക്സ്റ്റ് എന്താണ്? മാലിഗന്റ്. Malignant. It refers to tumors or growth indicating the presence of a cancer cells. Malignant refers to the tumors of growth indicating the presence of cancer cells. എന്താണ് malignant എന്ന് പറയുന്നത്? Malignant. Tumors or growth. എന്താണ് tumors or growth? ക്യാൻസർ കോശങ്ങൾ ഉള്ളതാണ് അല്ലെ? ക്യാൻസർ സെൽസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുള്ള
വളർച്ച, അതിന്റെ ട്യൂമറിനെയാണ് എന്ന് പറയുന്നത് മാലിഗ്നന്റ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതായത് ക്യാൻസർ കോശങ്ങളുള്ള ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുള്ള ആ ഒരു ട്യൂമർ, അതിന്റെ ഗ്രോത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് മാലിഗ്നന്റ് എന്ന് പറയുന്നത് കേട്ടോ. ട്യൂമർ ഓർ ഗ്രോത്ത് ടിക്ക് ചെയ്യാം കേട്ടോ, ടിക്ക് ചെയ്യാം. The next one, cancer. The collection of related diseases where some of the body cells multiply out of the control, spreading into surrounding tissues and interfering the normal body function. എന്താണ് ക്യാൻസർ എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങള്? ശരീരത്തിനകത്ത് ചില കോശങ്ങൾ മാത്രം എന്താണ് നിയന്ത്രണമില്ലാതെ വളരുകയും ചുറ്റുമുള്ള ടിഷ്യൂസിലേക്ക്, മറ്റുള്ള ടിഷ്യൂസിലേക്ക് എന്താണ് സ്പ്രെഡ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെ? തരം ഡിസീസസ് ആണ് അല്ലെ? അതായത് ശരീരത്തിലെ ഏതെങ്കിലും ഒരു കോശങ്ങളിലായിരിക്കും ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്താണ് പിന്നീട് അവിടെ മാത്രമാണോ നിൽക്കുന്നത്? ഇത് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓർഗൻസിലേക്ക് എന്താണ് സ്പ്രെഡ് ആവുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ടിക്ക് ചെയ്യാം കേട്ടോ, ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, നോർമൽ സൈനസ് rhythm. നിങ്ങൾക്ക് പറഞ്ഞത് ഫോളോ ചെയ്ത് പോകാൻ പറ്റല്ലേ ഓരോ ടേംസ്? നോർമൽ സൈനസ് rhythm, അതും ടിക്ക് ചെയ്യണേ. നോർമൽ സൈനസ് rhythm, നോർമൽ സൈനസ് rhythm എന്തായിരിക്കും അത്? A normal heartbeat pattern usually is between 60 and 80 beats per minute in an adult. നോർമൽ സൈനസ് rhythm എന്ന് പറഞ്ഞാൽ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്? നമുക്ക് സാധാരണ ഹൃദയമിടിപ്പിന്റെ ക്രമം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു സാധാരണ ഹാർട്ട് ബീറ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർമൽ ഹാർട്ട് ബീറ്റിന്റെ ഓർഡർ 60 to 80 ആണ് കേട്ടോ. 60 to 80 ആണ് നോർമൽ. പ്രത്യേകിച്ച് അഡൾട്ടിന്റെ ഒക്കെ 60 to 80 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന രീതിയിലാണ് ഇത് നോർമൽ സൈനസ് rhythm എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കൂടുതൽ എന്താണ്? ഇത് കൂടുതലിനനുസരിച്ച് എന്ത് വ്യത്യാസം വരും? നേരത്തെ പഠിച്ച ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞ എന്ത് സിറ്റുവേഷൻ ആണ്? ബ്രാഡികാർഡിയ എന്ത് സിറ്റുവേഷൻ ആയിരുന്നു? ഇപ്പൊ തന്നെ പഠിച്ച കാര്യമാണ് പറഞ്ഞേ. ബ്രാഡികാർഡിയ അടിപൊളി. ബ്രാഡികാർഡിയയിൽ എന്താ പഠിച്ചത് നമ്മള്? സ്ലോയിങ് ഓഫ് ഹാർട്ട് റേറ്റ് ടിപ്പിക്കലി ലെസ് ദാൻ 60 beats per minute for adults. ഹാർട്ട് ബീറ്റ് സ്ലോ ആവുന്നത്. നോർമൽ സൈനസ് എന്ന് വെച്ചാൽ നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് പറയുന്നത് അല്ലെ? എങ്ങനെയാണ് നോർമൽ സൈനസ് ഋതത്തിന്റെ ഹാർട്ട് ബീറ്റ് എത്രയാണ്? 60 to 80 അല്ലെ? 60 to 80 beats per minute. Okay. Next one, tumor. Tumor എന്താണ്? Spelling or a mass often used to in relation to cancer. Tumor എന്താണ്? ശരീരത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള വീക്കം അല്ലെങ്കിൽ സ്പെല്ലിൽ എഴുതിയിരിക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ടെൻഷൻ ന്യൂമോതൊറാക്സ്. ന്യൂമോതൊറാക്സ് എന്താന്ന് പറയാമോ? ന്യൂമോതൊറാക്സ് പഠിച്ചിട്ടില്ലേ? ലങ്സിനും ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഇടയിലായിട്ട് ഫ്ലൂയിഡ് തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ. ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്തായിരിക്കും? Glass length that occurs when air leaks into the space between the lungs and the chest wall. രണ്ടും ഒന്ന് തന്നെയാണോ? സെയിം തന്നെയാണ് കേട്ടോ. ടെൻഷൻ ന്യൂമോതൊറാക്സ് ഒന്ന് തന്നെയാണ്. എന്താണ്? ശ്വാസകോശത്തിനും നമ്മുടെ നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലായിട്ട്, അതായത് ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയിലായിട്ട് വായു അടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ എയർ ഫ്ലോസ് ഉണ്ടാകുന്ന, എയർ തങ്ങി നിൽക്കുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ശ്വാസകോശം ചുരുങ്ങി പോകുന്ന സിറ്റുവേഷനാണ് ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ. ഓക്കെ, ഇങ്ങനെ പറയണോ? ശ്വാസകോശത്തിനും നെഞ്ചിന്റെ ഭിത്തിക്കും ഇടയിലായിട്ട് വായു തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. ലങ്സ് ചുരുങ്ങി പോകാനുള്ള സാധ്യതയുള്ള സിറ്റുവേഷൻ ആണ് എന്ത്? ടെൻഷൻ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് കേട്ടോ അതും. നെക്സ്റ്റ് വൺ, പെരികാർഡിയൽ എഫ്യൂഷൻ. Pericardial effusion. Blood or fluid leaking into the pericardium, the sac surrounding heart. Pericardial effusion. In the situation ആയിരിക്കും എന്ത് തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്?
അല്ലെ നമ്മുടെ ഹൃദയത്തിന് ചുറ്റുള്ള പെരികാർഡിയത്തില് എന്ത് തങ്ങി നിൽക്കുന്നതാണ്? ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് തങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് പെരികാർഡിയൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമായിട്ടുള്ള പെരികാർഡിയത്തിൽ അല്ലെ ഹൃദയത്തെ ചുറ്റിയുള്ള പെരികാർഡിയത്തിനകത്ത് രക്തമോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ അടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരികാർഡിയൽ എഫ്യൂഷൻ. ടിക്ക് ചെയ്യാം കേട്ടോ, ടിക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ MI നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോമിൽ പറയാം. MI എന്ന് ഉദ്ദേശിക്കുന്നത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ്. ഓക്കെ, യെസ്, ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ. then arterial blockage of or slow blood flow deprives the heart of blood, knows more commonly as a heart attack. നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതായത് ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് മൂലം എന്താണ്? ഹൃദയത്തിന് ബ്ലോക്കേജസ് ഉണ്ടാവുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഹൃദയത്തിലേക്കുള്ള പേശികളുടെ രക്തയോട്ടം കുറയുമ്പോൾ എന്താണ്? ഹൃദയപേശികൾക്ക് തകരാറ് സംഭവിക്കാം. അത്തരം സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് എന്താണ്? ആൻജിന. ആൻജിന 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 എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീനയുടെ പേര് ഓർത്താൽ മതി. അപ്പൊ പേര് പറഞ്ഞു പോകും കേട്ടോ. ജീന. ആൻജിന, a diseases in which narrowing of the arterial supply of the heart results in reduced blood flow and chest pain, usually as symptoms of coronary artery diseases. എന്താണ് ആൻജിന എന്ന് പറയുന്നത്? ജീന, എന്താണ് ആൻജിന? നമ്മൾ നേരത്തെ പഠിച്ചു പോലെ ഹൃദയപേശികളിലേക്ക് രക്തയോട്ടം കുറയുന്നത് മൂലം ഉണ്ടാവുന്ന മറ്റൊരു സിറ്റുവേഷൻ ആണ് ഇത് ആൻജിന എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തന്നെ ചെസ്റ്റ് പെയിനും അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥതയൊക്കെ വന്നിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊറോണറി ആർട്ടറി എന്നുള്ള ഡിസീസസ് ഉണ്ട്. ആ ഡിസീസസ് വരാൻ ഈ ഒരു സിംറ്റംസ് ആയിരിക്കും ആദ്യം വരുന്നത്. ഓക്കെ, കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആൻജിന പോലുള്ള സിറ്റുവേഷൻ, അതായത് ഹൃദയപേശിയിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന സിറ്റുവേഷൻ. കുറയും, നിലയ്ക്കല്ല, കുറഞ്ഞുകൊണ്ടിരിക്കും. ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാനായിട്ടുള്ള എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഇത് ആൻജിന. പ്രത്യേകിച്ച് കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ മെയിൻ സിംറ്റം ആയിട്ട് നമ്മൾ എന്തിനാണ് പറയുന്നത്? ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ആണ് ഇതിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ CVA, cerebrovascular accident. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാം പഠിച്ചിട്ടുണ്ട്. CVA എന്താണ്? cerebrovascular accident. ടിക്ക് ചെയ്യാം കേട്ടോ, ടിക്ക് ചെയ്യാം. Commonly called a stroke, occurs when the brain is deprived of blood and oxygen by either a blockage or the rupture of a blood vessel. എന്താണ് CVA എന്ന് പറയുന്നത്? cerebrovascular accident. നമ്മുടെ രക്തക്കുഴലിന് തടസ്സമോ അത് പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന സമയത്ത് തലച്ചോറിലേക്കുള്ള രക്തവും ഓക്സിജനും ഒന്നും കിട്ടാതെ ആവുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ എന്താ പറയുന്നത്? സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും തരത്തില് ബ്രെയിൻ, ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിനകത്തേക്ക് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ. എങ്ങനെയാണ് ഓക്സിജൻ കിട്ടാണ്ടാവുന്നത്? എന്ത് തടസ്സം സംഭവിക്കുമ്പോഴാണ് ബ്ലഡിലേക്ക് ഓക്സിജൻ കിട്ടാണ്ട് വരുന്നത്? എന്തിന് ബ്ലോക്കേജ് ഉണ്ടാവുമ്പോഴാണ് പിള്ളേരെ? രക്തക്കുഴൽ, ബ്ലഡ് വെസൽസില് ബ്ലോക്കേജസ് വരുമ്പോഴാണ് ബ്രെയിനിലേക്ക് എന്താണ് ഓക്സിജൻ കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. CVA, cerebrovascular accident. നെക്സ്റ്റ് അടുത്തത് നിങ്ങൾക്ക് അറിയാലോ, അതുകൂടി എടുക്കാം. സെപ്സിസ്, രക്തത്തിലുണ്ടാവുന്ന അണുബാധയാണ് അല്ലെ. സീരിയസ് കണ്ടീഷൻ കോസ് ദ ബോഡി റെസ്പോൺസ് ടു സിവിയർ ഇൻഫെക്ഷൻ. occur when the body's infection fighting response get out of balance and can lead to severe issues like organ failure. എന്താണ് സെപ്സിസ് എന്ന് പറയുന്നത്? അണുബാധയാണ് അല്ലെ. രക്തത്തിലുണ്ടാവുന്ന അണുബാധയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെപ്സിസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? അടിയന്തര ചികിത്സ ലഭിക്കേണ്ട എമർജൻസി കേസ് ആണ് സെപ്സിസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? എന്ത് മൂലമാണ് ഈ സെപ്സിസ് ഉണ്ടാവുന്നത്?
പ്രത്യേകിച്ച് മൈക്രോ ഓർഗാനിസം മൂലം ഏതെങ്കിലും വൈറസോ ബാക്ടീരിയോ ഫംഗസോ മൂലം നമുക്ക് സെപ്സിസ് ഉണ്ടാവുന്നത് അല്ലെ. പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുകയും രക്തത്തിൽ ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഓർഗൻസ് തന്നെ തകരാറിലായേക്കാം, മരണകാലം വരെ ആകാനുള്ള സിറ്റുവേഷൻ ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്താ സെപ്സിസ്. ഓക്കെ, എമർജൻസി അതായത് അടിയന്തര ചികിത്സ എത്രയും പെട്ടെന്ന് ലഭിക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ് എന്താ സെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മള് പഠിച്ചത് ഡിസീസസും കണ്ടീഷൻസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസുകൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. അതേപോലെ തന്നെ കണ്ടീഷൻസ് പേഷ്യന്റ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ടേംസ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, മെഡിക്കൽ ടെർമിനോളജി, ഹെൽത്ത് കെയർ ഫീൽഡുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചത്. അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ വളരെ? ക്ലിയർ അല്ലേ? അടുത്ത ക്ലാസ്സിൽ മാക്സിമം ചാപ്റ്റർ തീരും കേട്ടോ. പറഞ്ഞില്ലേ, ഓണത്തിന് മുമ്പ് തീർത്തരും, പെരിയണ്ട പഠിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് തേഴ്സ്ഡേ തീർക്കാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ശരി, അടുത്ത പീരീഡ് ആരാണ്? എന്ത് മിസ്സാണ്? നോക്കില്ല, ടൈറ്റിൽ നോക്കില്ല. ആരാണ്? ശരി, താങ്ക് യു.